കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത് മന്ത്രങ്ങളെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതെന്നും മന്ത്രങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മന്ത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല, അതിലപ്പുറം അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിച്ചാലേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് മനു ചന്ദ്രൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സംസ്കൃത അക്ഷരങ്ങളുടെ ഉത്ഭവത്തിനെ കുറിച്ചായിരുന്നു. അതായത് സംസ്കൃത അക്ഷരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ നാഡികളിലൂടെ ഊർജ തരംഗങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സ്പന്ദനം, അതിൽ നിന്ന് ഉണ്ടാകുന്ന സ്പന്ദനം വളരെ ഡീപ്പായിട്ടുള്ള മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പന്ദനങ്ങൾ ഏത് തരത്തിലാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇത് ഡീകോഡ് ചെയ്തിട്ടാണ് സംസ്കൃതത്തിലെ അക്ഷരങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സംസ്കൃത അക്ഷരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം നമുക്ക് നമ്മളുടെ മലയാള അക്ഷരങ്ങളെല്ലാം സംസ്കൃത അക്ഷരങ്ങളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ക ഖ ഗ ഘ ങ ആ ആ ഇ ഈ ആ അക്ഷരങ്ങളെല്ലാം ഈ പറയുന്ന പോലെ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ സ്കൂൾ മുതൽ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നതും വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ എല്ലാം നമ്മളുടെ നാഡികളിലൂടെ തരംഗങ്ങൾ, ഊർജ തരംഗങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ ഭാഗമായി ആ വൈബ്രേഷൻസ് എങ്ങനെയാണോ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അതാണ് ഈ അക്ഷരങ്ങളുടെ അടിസ്ഥാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സംസ്കൃത അക്ഷരങ്ങൾക്ക് ഇത്രയധികം പ്രസക്തി നിലനിൽക്കുന്നത്. ഈ സംസ്കൃത അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതിനകത്ത് കണക്കാക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മൾ വിചാരിക്കും അതൊരു മന്ത്രമല്ലേ, അതുകൊണ്ട് എന്താണ്, അതൊരു വാക്കല്ലേ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ലേ, അത് പറയുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ശബ്ദം, നമ്മളുടെ ഏറ്റവും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാഡികൾ, അതിൽ നിന്ന് നാച്ചുറലായി ഉണ്ടാകുന്ന ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തത് നമ്മളതിനെ ചിട്ടപ്പെടുത്തി അതൊരു പ്രത്യേക വൈബ്രേഷനിൽ പറയുമ്പോൾ, ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റ് അക്ഷരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളോ അവയുണ്ടാക്കുന്ന റിയാലിറ്റിയിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എവിടെയോ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എവിടെയോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്രത്തോളം നമ്മളെല്ലാവരും നമ്മളുടെ ലൈഫിൽ അഡ്വാൻസ്ഡ് ആണോ, ഈ ജീവിതത്തിൽ അഡ്വാൻസ്ഡ് ആണോ, സയൻറ്റിഫിക്കായിട്ടും മറ്റെല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആണോ, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രബിൾസും ഉണ്ട്. അതിപ്പം നമുക്ക് മാനസികമായിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സും ഡിസബിലിറ്റീസും ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും, ഇതിനെല്ലാം നമ്മൾ സൊല്യൂഷൻസും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ മെൻ്റൽ ഡിസോർഡേഴ്സിന് നമ്മൾ ഒരുപാട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട്, സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, പല രീതിയിലുള്ള പ്രാക്ടീസസ് നമ്മൾ ചെയ്യാറുണ്ട്. ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആശുപത്രിയിൽ പോകാറുണ്ട്. അത് വരാതിരിക്കാൻ നമ്മൾ ജിമ്മിൽ പോകാറുണ്ട്. പലരും അവരുടെ ഭക്ഷണങ്ങൾ പല രീതിയിൽ കൺട്രോൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഒരു ശാശ്വതമായിട്ടുള്ള, ഒരു റിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ സയൻസിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ തന്നെ അഡ്വാൻസ്ഡായി അതിൻ്റെ സൈഡ് ഇഫക്ട്സ് നമുക്കുണ്ടായി ആ സൈഡ് ഇഫക്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ അതിൽ നിന്ന് പുതിയതായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്കിതിനെല്ലാം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഈ തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ നേച്ചറിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് ടേൺ ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ലുക്ക് ബാക്ക് ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നത്.
അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഇപ്പം നമുക്കറിയാം ഇതൊന്നും ഈ തരത്തിലുള്ള മെൻ്റൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങളൊന്നും ഒരു 50 അല്ലെങ്കിൽ ഒരു 60 ഇയേഴ്സ് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്നില്ല. അന്നേരമുള്ള ആളുകൾ വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഇന്നും മനുഷ്യർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ ജീവിതത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് എവിടേക്കോ കുറേ ഡിപ്രസീവായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് അവരുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് നമ്മളുടെ പൂർവികരിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്ന കുറേ റിച്വൽസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ രീതികൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ് ഈ മന്ത്രോപാസന. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനാണ് നമുക്കറിയാത്തത്. അപ്പം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും സയൻസിന് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. നമ്മൾ എല്ലാ കാര്യത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൂഫ് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സയൻസ് റൂൾ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ചോദ്യം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും വരിക. എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ലോജിക്കലാകണമെന്നുമില്ല. കാരണം ലോജിക്കിനും സയൻസിനും മുകളിലാണ് റിയാലിറ്റി അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന ഒരു കാര്യം. അതിന് റിയാലിറ്റി എന്നും പറയാൻ പറ്റില്ല, അതിന് സത്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം എടുക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈറ്റിന് വെളിച്ചമുണ്ട് അല്ലെങ്കിൽ പ്രകാശം പ്രകാശിക്കുന്നതാണ് എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്താലും ലോജിക്കലായി പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും അത് പ്രകാശിക്കുന്ന ഒരു വസ്തുവായിട്ട് തന്നെ നിലനിൽക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ മന്ത്രങ്ങളെക്കുറിച്ചും മന്ത്ര ഉപാസനകളെക്കുറിച്ചും നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം എങ്ങനെയാണത് ജീവിതത്തിൽ ബെനിഫിഷ്യൽ ആവുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കാണുന്നവരെ നമസ്കാരം.